നമസ്കാരം. ഇന്നത്തേക്ക് 7 ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ ഇവർക്ക് സാധ്യമാകും. ഗുരു അല്ലെങ്കിൽ വ്യാഴം ബലവാനാണെങ്കിൽ എത്ര വലിയ വീഴ്ചയിൽ നിന്നും കരകയറുവാൻ സാധ്യമാണ്. ജാതകത്തിൽ വ്യാഴം ബലവാനാണ് എങ്കിൽ സകല കാര്യത്തിലും വിജയമാണ്. കടപ്രശ്നങ്ങൾ തീരും, ധാരാളം ധനം വന്നു ചേരും, ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചില ഗ്രഹങ്ങൾ, ചില ഗോചര ഫലങ്ങൾ വളരെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കുറഞ്ഞ ദിവസത്തിനുള്ളിൽ 7 ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. അതെങ്ങനെയുള്ള അത്ഭുതങ്ങളാകാം? ചിലപ്പോൾ ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുന്നതാകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടുന്നതാകാം. എന്തു തന്നെയാണെങ്കിലും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ 7 ദിവസം വളരെയേറെ ഗുണപ്രദമായിരിക്കും. ഭാഗ്യത്തിൻ്റെ സമയമായിരിക്കും. ജീവിതത്തിലെ എല്ലാ അലച്ചിലുകളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമായിരിക്കും. ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർ മനസ്സിൽ പ്രതീക്ഷിച്ച എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്നതായി കാണുവാൻ സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയത് തന്നെയാകും ഈ ഒരു 7 ദിവസം. നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, ഒരുപക്ഷെ വസ്തുവകകൾ വാങ്ങുന്നതിനെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരു ജോലിയെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധികളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടൊരു പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കം മാറി അവരുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാകാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഉറപ്പായിട്ട് നേടിയെടുക്കാൻ കഴിയും. ഇത് എഴുതി വെച്ചോ. ഞാൻ ഈ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും. 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതേ കമൻറ്റ് ബോക്സിൽ, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കുറിച്ചാൽ മതി നിങ്ങൾക്കത് നടന്നു കിട്ടിയെന്ന്. പക്ഷേ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി, ഇത് നടക്കുമെന്ന വിശ്വാസത്തോടു കൂടി പ്രാർത്ഥന നടത്തുക. ചില വഴിപാടുകളും അർപ്പിക്കുക. മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി ഈ ഒരു കാര്യം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. ഏതായാലും ആ കാര്യം ഒരു കടം മാറുന്ന കാര്യമാകാം, അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന കാര്യമാകാം, ജോലി സംബന്ധ കാര്യമാകാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ പിണക്കത്തെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളാകാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചത് സാധ്യമാകും, ഉറപ്പാണ്. അങ്ങനെ സാധ്യമാകുന്ന 7 ദിവസം കൊണ്ട് സാധ്യമാകുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാം, ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ച് അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക, പ്രാർത്ഥിക്കുന്നതാണ്. നാളെ വെള്ളിയാഴ്ചയാണ്. അതിരാവിലെ തന്നെ ഗണപതി ഹോമം ഉണ്ടായിരിക്കും. ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഇന്ന് രാത്രി 10 മണിക്ക് ശേഷം ഇതൊക്കെ ഞാൻ എഴുതിയെടുക്കുന്നതാണ്. എഴുതിയെടുത്തതിന് ശേഷം നാളത്തെ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഹോമം എന്നൊന്ന് എഴുതിയതിനു ശേഷം കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കുക. ആദ്യത്തെ ആ 3 നക്ഷത്ര ജാതകർ മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികേയമാണ്. 7 ദിവസത്തിനുള്ളിൽ ഇവരുടെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാര്യം, അതെന്ത് തന്നെയാണെങ്കിലും, വസ്തുപരമായിട്ടുള്ള കാര്യമാകാം, അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാകാം, പിണക്കമാകാം, കടം തീരുന്നതിനെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരു ജോലിക്കാര്യത്തെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ജീവിതത്തിലെ എന്തെങ്കിലും പ്രതിസന്ധികളാകാം. ആ കാര്യം നടന്നു തന്നെ കിട്ടും. നിങ്ങൾ ഇന്നേക്ക് 7 ദിവസത്തിനകം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിച്ചാൽ മതി ഇത് നടന്നുവോ നടന്നില്ലയോ എന്ന്. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്നു കിട്ടും. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഈ ഒരു 7 ദിവസക്കാലം ഇവർ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ധനപരമായിട്ടുള്ള നേട്ടം തന്നെ പ്രതീക്ഷിക്കാം. ആഞ്ജനേയനെ പ്രാർത്ഥിക്കുക. കിട്ടാനുള്ള ധനമൊക്കെയാണെങ്കിൽ കിട്ടും. വളരെ അനുകൂലമായ സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഈ 7 ദിവസത്തിനുള്ളിൽ അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അതെന്തു തന്നെയാണെങ്കിലും നടന്നു കിട്ടുമെന്ന്. അടുത്തത് കർക്കിടകക്കൂറിലെ പുണർത്തം പൂയം ആയില്യം. ഈ നക്ഷത്ര ജാതകർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ്. മനസ്സിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നടക്കണം എന്ന പ്രാർത്ഥനയുമായി ഇരിക്കുക. അല്ലാതെ അത് ഒരിക്കലും നടക്കില്ല, അത് എന്നെക്കൊണ്ട് സാധ്യമാകില്ല എന്നുള്ള ചിന്ത വിട്ടേക്കുക. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം.
ഡോക്ടറെ യഥാസമയം കാണണം, അസുഖങ്ങളെ അവഗണിക്കരുത്, പങ്കാളിയുമായിട്ടുള്ള ബന്ധമൊക്കെ ദൃഢപ്പെടുത്തുക, ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിന് ആഗ്രഹിച്ച കാര്യം തീർച്ചയായും ഇവർക്ക് നടന്നു കിട്ടും. മനസ്സിൽ ആ ഒരു സ്വപ്നം കാണുക, അത് നടക്കും എന്ന സ്വപ്നം കാണുക, തീർച്ചയായും അത് അവർക്ക് നടന്നു കിട്ടും. അടുത്തത് കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര. മനസ്സിലെ മിഥ്യയായ ചില ധാരണകളെ മാറ്റി നിർത്തുക. നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുക. നടക്കുക തന്നെ ചെയ്യും. നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും. എല്ലാ വിജയത്തിലെത്തും എന്ന ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് വേണം. സമാധാനവും സന്തോഷവും ഉണ്ടാകും. നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, നന്നായി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുക, മനസ്സിൽ വിചാരിക്കുക ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും എന്ന് തന്നെ. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ധാരാളം പണം വന്നു ചേരുക? ഇപ്പോൾ എനിക്ക് കഷ്ടതയിൽ നിൽക്കുകയാണ്, എനിക്ക് ഒരു നിവൃത്തിയുമില്ല, എനിക്കിനി ജീവിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറുമോ, പണം ധാരാളം വന്നു ചേരുമോ എന്ന്. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയിൽ എത്തുവാൻ സാധിക്കും. അതിലേക്ക് നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുക, പ്രാർത്ഥനയിൽ മുഴുകുക. കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് സമയം നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് നടന്നു കിട്ടുമെന്ന്. ഉറപ്പായിട്ടും 7 ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതാണ്. അതുപോലെ വൃശ്ചികക്കൂറിലെ വിശാഖം, അനിഴം, തൃക്കേട്ട. ഈ നാളുകാർ അല്പം കരുതലോടെ ഇരിക്കേണ്ട സമയമാണ്. നിങ്ങൾ വിശ്വാസത്തോടുകൂടി ആ ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടന്നു കിട്ടും എന്ന നല്ല വിശ്വാസം നിങ്ങൾക്ക് ആദ്യം മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. അത് നടക്കുക തന്നെ ചെയ്യും. അതൊരു കാരണവശാലും നടക്കാതിരിക്കില്ല. നടക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് വിലയിരുത്തി നിൽക്കുക. തീർച്ചയായും ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. വൃശ്ചികക്കൂറിലെ അനിഴത്തിനും തൃക്കേട്ടയ്ക്കും വിശാഖത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. സുഹൃത്തുക്കളെ കരുതലോടെ നിർത്താം. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. എങ്കിലും എന്തിലും ഇടപെടുന്ന ഒരു സ്വഭാവ വൈകല്യമൊക്കെ നിങ്ങളിലുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. ഏതായാലും ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക, അതുപോലെ കർക്കിടകക്കൂറിലെ പുണർതം, പൂയം, ആയില്യം, കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര, വൃശ്ചികക്കൂറിലെ വിശാഖം, അനിഴം, തൃക്കേട്ട. ഈ നാളുകാർ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഒരു പണ സംബന്ധമായ കാര്യമാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഏതെങ്കിലും കാര്യമാകാം, ആ കാര്യങ്ങൾ നടന്നു കിട്ടണം, നടന്നു കിട്ടും എന്ന ശുഭാപ്തി വിശ്വാസത്തോട് നിൽക്കുകയാണെങ്കിൽ വെറും 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടും. ഇവരെല്ലാം ചെയ്യേണ്ടത് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിക്കുക. കുടുംബക്ഷേത്രത്തിലൊക്കെ പോകാൻ ശ്രമിക്കണം. കുടുംബക്ഷേത്രം കളഞ്ഞുള്ള ഒരു പണിക്ക് നിൽക്കരുത്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിക്കുക. ഏതായാലും ഒത്തിരി നല്ല സമയത്തിലേക്കാണ് കടക്കുന്നത്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ വലിയ രീതിയിൽ വലിയ നേട്ടങ്ങൾ, വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരട്ടെ. ആ ഒരു സ്വപ്നം 7 ദിവസത്തിനകം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജ നടത്തി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നന്ദി, നമസ്കാരം.